ഇൻവോയ്സ് മാനേജ്മെന്റ് സിസ്റ്റം അഥവാ IMS എന്നാൽ എന്താണ്? നികുതിദായകർക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു നൂതന സംവിധാനമാണ് 2024 ഒക്ടോബർ മാസം 14 മുതൽ GST പോർട്ടലിൽ അവതരിപ്പിച്ച IMS അഥവാ ഇൻവോയ്സ് മാനേജ്മെന്റ് സിസ്റ്റം. നികുതിദായകർക്ക് റിക്കൺസിലിയേഷൻ പ്രോസസ് ലഘൂകരിക്കുവാനും ശരിയായ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അതാത് മാസം തന്നെ അവെയിൽ ചെയ്യുവാനും വേണ്ടിയാണ് ഈ സിസ്റ്റം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. ഈ സംവിധാനം നിലവിൽ വരുന്നതിന് മുമ്പ് നികുതിദായകർ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ടു ബി ജനറേറ്റ് ആയ ഉടനെ അത് പർച്ചേസ് ബില്ലുമായി റിക്കൺസിൽ ചെയ്ത് അതിൽ എന്തെങ്കിലും മിസ്മാച്ചുകൾ ഉണ്ടായാൽ അടുത്ത മാസത്തെ റിട്ടേണിൽ അത് കറക്റ്റ് ചെയ്യുവാനായി നമ്മൾ സപ്ലയറോട് ആവശ്യപ്പെടും. IMS സംവിധാനത്തിൽ റെസിപ്പിയന്റിന് ഇൻവോയ്സുകൾ അക്സെപ്റ്റ് ചെയ്യാം, റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ പെൻഡിങ്ങിൽ വെക്കാം. മേൽ പറഞ്ഞ നടപടികൾ ഒന്നും ചെയ്തില്ലെങ്കിൽ GSTR 3B റിട്ടേൺ ഫയൽ ചെയ്യുന്ന മുറയ്ക്ക് അത്തരം ഇൻവോയ്സുകൾ ഡീംഡ് അക്സെപ്റ്റൻസ് ആകും. IMS ഡാഷ്ബോർഡ് നികുതിദായകർക്ക് GST പോർട്ടലിൽ തങ്ങളുടെ ലോഗിൻ ID പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സർവീസസ് ടാബിൽ ക്ലിക്ക് ചെയ്താൽ റിട്ടേൺസിൽ കാണുവാൻ സാധിക്കും. അക്സെപ്റ്റ്, റിജക്ട്, പെൻഡിങ് എന്നീ ആക്ഷനുകൾ റെസിപ്പിയന്റിന് GSTR 3B ഫയൽ ചെയ്യുന്നത് വരെ ചെയ്യാം. അതിനു മുമ്പ് 2B ജനറേറ്റ് ആയാൽ കൂടി IMSൽ ആക്ഷൻ എടുത്തതിന് ശേഷം കമ്പ്യൂട്ട് GSTR 2Bയിൽ ക്ലിക്ക് ചെയ്താൽ IMSൽ എടുത്ത ആക്ഷൻ അനുസൃതമായി GSTR 2B റീകമ്പ്യൂട്ട് ആകും. റെസിപ്പിയന്റിന് മാത്രമല്ല സപ്ലയറിനും ഇത് കാണുവാൻ സാധിക്കും. അത് മാത്രമല്ല റെസിപ്പിയന്റ് എന്ത് ആക്ഷനാണ് എടുത്തിരിക്കുന്നത് എന്നും സപ്ലയറിന് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും.